ഇന്നത്തെ വീഡിയോയിൽ SCERT ക്ലാസ് 5 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എ ഫ്രണ്ട് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമ്മുടെ സ്കൂൾ ഷിപ്പ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളും ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്ത് ആ ഇഷ്ടം ഞങ്ങളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും അഭിപ്രായങ്ങളും കോമൻസായി ഞങ്ങളെ അറിയിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയിന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? എന്തുകൊണ്ടാണ് ഫ്രണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? റീമ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. റീമയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ സപ്പോർട്ട്സ് മീ സോ മച്ച്. അവൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു. ഷീ ഹെൽപ്സ് മീ ഇൻ സ്റ്റഡിയിങ്. അവൾ എന്നെ പഠനത്തിൽ സഹായിക്കുന്നു. ഷീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അവൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടവളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോം? ഈ പോയത്തിൽ നിന്നും ഒരു ഗുഡ് ഫ്രണ്ടിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ ലേൺ ചെയ്തത്, പഠിച്ചത്? A good friend is one who stays with us till the end. അവസാനം വരെയും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ആളാണ് ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. He or she is ready to support us. എന്താണ്, അവനോ അവളോ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. He or she protects us. അവനോ അവളോ നമ്മളെ എപ്പോഴും എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. He or she values our dreams. എന്താണ്, അവർ നമ്മളുടെ ഡ്രീംസിനെ, നമ്മുടെ സ്വപ്നങ്ങളെ എന്ത് ചെയ്യും? വാല്യൂ ചെയ്യും, വില തരും. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് ഒരു ഫ്രണ്ടിൻ്റെ പ്രസൻസ്, സാന്നിധ്യം നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ സെക്യൂർ ആക്കുന്നത്, സുരക്ഷിതമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഗുഡ് ഫ്രണ്ട് ഈസ് കൺസേൺഡ് അബൌട്ട് അവർ സേഫ്റ്റി. ഒരു നല്ല സുഹൃത്ത് നമ്മളുടെ സേഫ്റ്റിയെക്കുറിച്ച്, സുരക്ഷിതത്വത്തെക്കുറിച്ച് കൺസേൺഡ് ആണ്, കരുതലുള്ളവനാണ്. ഹി ഈസ് ഓൾവേസ് ദെയർ ടു പ്രൊട്ടക്റ്റ് us. എന്താണ്, എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് അവൻ അവിടെ ഉണ്ടാകും. ഹി ഈസ് ലൈക്ക് അവർ പേഴ്സണൽ ഗാർഡ്. നമ്മളുടെ ഒരു പേഴ്സണൽ ഗാർഡ് എന്ന നിലയ്ക്ക്, നമ്മുടെ ഒരു സംരക്ഷകൻ എന്ന നിലയ്ക്ക് തന്നെ അവൻ എപ്പോഴും ഉണ്ടാകും. സോ എ ഫ്രണ്ട്സ് പ്രസൻസ് ക്യാൻ മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ടിൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യും? സെക്യൂർ ആക്കും, സുരക്ഷിതമാക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം എൻകറേജ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ്? നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ എങ്ങനെയാണ് ഈ പോയം നമ്മളെ എൻകറേജ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന്. ദ പോയം എൻകറേജസ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ ഈ പോയം നമ്മളെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നു. ഇറ്റ് ഗീവ്സ് us ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്. ഒരു നല്ല ഫ്രണ്ടിൻ്റെ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഈ പോയം നമുക്ക് പറഞ്ഞു തരുന്നു. എ ഗുഡ് ഫ്രണ്ട് ഈസ് വൺ ഹു ഷെയർസ് ആൻഡ് കെയർസ്. ഒരു നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെ കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഹി ഈസ് വൺ ഹു സ്റ്റേസ് വിത്ത് us ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സിറ്റുവേഷൻസിലും, ഇൻ ഓൾ സിറ്റുവേഷൻസ് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആക്ടിവിറ്റി 1. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ, നല്ല ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ ഗുഡ് ഫ്രണ്ട് ക്വാളിറ്റീസ് ആണ് നമ്മൾ എഴുതുന്നത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഷെയറിങ്. അപ്പോൾ മറ്റ് ചില ക്വാളിറ്റീസ് നമുക്ക് എഴുതി നോക്കാം. കെയറിങ് ആണല്ലേ, നല്ല കെയറിങ് തരുന്ന, നല്ല ശ്രദ്ധ നമ്മുടെ കാര്യങ്ങളിലുള്ള എല്ലാ കാര്യത്തിലും ഉള്ള ഒരാളാണ് ആര്? ഒരു ഗുഡ് ഫ്രണ്ട്. പ്രൊട്ടക്റ്റിംഗ് ആണല്ലേ, നമ്മളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. സപ്പോർട്ടിങ്, പിന്തുണയ്ക്കുന്ന ഒരാളാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ നമ്മുടെ ഒപ്പം കൂടെ നിൽക്കുന്ന ഒരാളാണല്ലേ. ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളെ കേൾക്കുന്ന ഒരാളാണ്. ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക, നമ്മളെ സഹായിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഒരു ഗുഡ് ഫ്രണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ്. നിങ്ങളുടെ ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. ഇനി നോക്കുക, ആക്ടിവിറ്റി 2. റീഡ് ദ ലൈൻസ് ഓഫ് ദ പോം. അപ്പോൾ ഈ പോയത്തിൽ 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാനാണ് പറഞ്ഞത്. എ ഫ്രണ്ട് ഇസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അപ്പോൾ ഒരു ഫ്രണ്ട് ആരാണെന്ന് പറയുന്ന 2 ലൈൻസ് ആണ് നമ്മുടെ പോയത്തിൽ തന്നെ ഉള്ളതാണ്, നമ്മൾ പോയത്തിൽ കണ്ടതാണല്ലേ. ഇനി നോക്കുക, ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലൈൻസിലെ 2 ലൈനിലെയും അവസാനത്തെ വാക്കുകളൊന്ന് നോക്കുക.
ഫസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്ന ലൈനിലെ അവസാനത്തെ വാക്ക് ഏതാണ്? വേർഡ് ഏതാണ്? ഷെയർ. ഓക്കെ, സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് വേർഡ് ഏതാണ്? കെയർ. ഇനി രണ്ട് വേർഡ്സ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഷെയർ, കെയർ. ഷെയർ, കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ രണ്ട് വേർഡ്സും അവസാനിക്കുന്ന എങ്ങനെയാ? ഒരേപോലെയാണ് അല്ലേ? ഒരേ സൗണ്ടിലാണ് രണ്ട് വേർഡ്സും അവസാനിക്കുന്നത്. ഇങ്ങനെയുള്ള വേർഡ്സിനെ പറയുന്ന പേരാണെന്ത്? റൈമിംഗ് വേർഡ്സ്. എന്താണ് പറയാ? റൈമിംഗ് വേർഡ്സ്. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ച പോയത്തിൽ നിന്നും ഇതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് കൂടുതൽ പെയേഴ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലായല്ലോ. ഷെയർ, കെയർ എന്ന് പറയുമ്പോൾ അവസാനം വരുന്ന ആ വേർഡ്സിൻ്റെ രണ്ടിൻ്റെയും അവസാനത്തെ സൗണ്ട് എങ്ങനെയാണ്? പറയുമ്പോൾ അവസാനിക്കുന്ന ഒരേ സൗണ്ടിലാണ്. അതാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് വരാം. ഇതാണല്ലേ നമ്മുടെ പോയം. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. A friend is one who stands to share your every touch of grief and care. Share, care. എങ്ങനെയാണ്? ഒരേപോലെ അല്ലേ സൗണ്ട് വരുന്നത് അവസാനം? അപ്പോൾ ഇതെന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഇനി നോക്കൂ. He comes by chance but stays by choice. Your praises he is quick to voice. Choice, voice. കേൾക്കുമ്പോൾ എങ്ങനെയാണ്? അവസാനിക്കുന്നത് രണ്ട് വേർഡ്സും ഒരുപോലെയാണ് അല്ലേ? സ് എന്ന് പറഞ്ഞ സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ചോയ്സ്, സ്, വോയിസ്, സ് അല്ലേ? രണ്ടിൻ്റെയും എൻഡിങ്ങിൽ വരുന്നത് സ് സൗണ്ടാണ്. ചോയ്സ്, വോയിസ്. ഇനി നോക്കൂ, മറ്റ് ലൈൻസ് ഒന്ന് നോക്കിക്കോളൂ. നോ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. വിം, ഹിം. എങ്ങനെയാണ്? കേൾക്കുമ്പോൾ എങ്ങനെയാണ്? എൻഡിങ് എങ്ങനെയാ? ഒരുപോലെ അല്ലേ? എന്നാണ് വരുന്നത്. And though your need be great or small, his strength is yours throughout it all. Small, all. അല്ലേ? No matter where your path may turn, your welfare is his chief concern. നോക്കൂ, turn, concern. ഏൺ എന്ന രീതിയിലാണ് ആ രണ്ട് വേർഡ്സും എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. സ്പെല്ലിംഗ് അല്ല കേട്ടോ നമ്മളിവിടെ നോക്കുന്നത്. എന്താണ്? വേർഡ്സ് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, ഏത് സൗണ്ടിലാണ് വേർഡ്സ് എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്, സ്പെല്ലിംഗ് അല്ല. No matter what your dream may be, he prays your triumph soon to see. ഇനി നോക്കൂ, ബി, സി അല്ലേ? ബി, സി രണ്ടും എന്താണ്? ഒരുപോലെയാണ്. There is no wish your tongue can tell, but what it is your friends as well. Tell, well. എൽ, എൽ അങ്ങനെയാണല്ലേ? ആ വേർഡ്സിന് രണ്ടിൻ്റെയും അവസാനം വരുന്ന സൗണ്ട് എങ്ങനെയാണ്? എൽ, എൽ എന്നാണ് വരുന്നത്. ടെൽ, വെൽ. The life of him who has a friend is double guarded to the end. ഓക്കെ, ഫ്രണ്ട്, എൻഡ് അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും അവസാനം എങ്ങനെയാണ്? രണ്ട് വേർഡ്സിൻ്റെ അവസാനം എങ്ങനെയാണ് വരുന്നത്? ഒരേ സൗണ്ടാണ് വരുന്നത്. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്? രണ്ട് വേർഡ്സിൻ്റെ അവസാനം വരുന്ന സൗണ്ട് ഒരുപോലെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് എഴുതി വെക്കാം. ചോയ്സ്, വോയിസ്, വിം, ഹിം, സ്മോൾ, ഓൾ, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. ക്ലിയർ അല്ലേ റൈമിംഗ് വേർഡ്സ്? ആക്ടിവിറ്റി 3. You all have friends, haven't you? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടല്ലേ? Do you know the likes and dislikes of your friends? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈക്സും ഇഷ്ടങ്ങളും ഡിസ്ലൈക്സും ഇഷ്ടക്കേടുകളും നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദിയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്നും എന്തൊക്കെ ലൈക്സ് ആണെന്നും അതുപോലെ തന്നെ ഡിസ്ലൈക്സ് അവർക്ക് എന്തൊക്കെ ഇഷ്ടമില്ല എന്നും ചോദിച്ചിട്ട് അത് ഈ കൊടുത്തിരിക്കുന്ന സ്പേസിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, അവന് പക്ഷേ ക്രിക്കറ്റ് ഇഷ്ടമല്ല. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി ഒന്ന് എഴുതി നോക്കാം. റീമ ലൈക്സ് ഡാൻസിങ്, ഷീ ഡസൻ ലൈക്ക് സിംഗിങ്. റീമയ്ക്ക് ഡാൻസിങ് ഇഷ്ടമാണ്, അവൾക്ക് സിംഗിങ് ഇഷ്ടമല്ല. മീനു ലൈക്സ് ഐസ്ക്രീം, ഷീ ഡസൻ ലൈക്ക് പുഡിങ്. മീനുവിന് ഐസ്ക്രീം ഇഷ്ടമാണ്, അവൾക്ക് പുഡിങ് ഇഷ്ടമല്ല. സൈനു ലൈക്സ് ബാസ്കറ്റ്ബോൾ. സൈനുവിന് ബാസ്കറ്റ്ബോൾ ഇഷ്ടമാണ്, അവന് ഫുട്ബോൾ ഇഷ്ടമല്ല. ഹി ഡസൻ ലൈക്ക് ഫുട്ബോൾ. ലിയ ലൈക്സ് സ്കേറ്റിംഗ്, ഷീ ഡസൻ ലൈക്ക് സൈക്ലിംഗ്. ലിയയ്ക്ക് സ്കേറ്റിംഗ് ഇഷ്ടമാണ്, അവൾക്ക് സൈക്ലിംഗ് ഇഷ്ടമല്ല. ഷാൻ ലൈക്സ് സ്റ്റോറീസ്, ഹി ഡസൻ ലൈക്ക് പോയിംസ്.
ഷാന് സ്റ്റോറീസ് ആണ് ഇഷ്ടം, അവന് പോയംസ് ഇഷ്ടമല്ല. ജാസിൻ ലൈക്സ് പെയിൻറ്റിങ്, ഹി ഡസൻ ലൈക്ക് സിംഗിങ്. ജാസിന് പെയിൻറ്റിങ് ആണ് ഇഷ്ടം, അവന് സിംഗിങ് ഇഷ്ടമല്ല. നിയ ലൈക്സ് ഗീ റൈസ്, ഷീ ഡസൻ ലൈക്ക് ഫ്രൈഡ് റൈസ്. നിയയ്ക്ക് ഗീ റൈസ് ആണ് ഇഷ്ടം, അവൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല. സിമ്പിൾ അല്ലേ? അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏതെങ്കിലും കാർട്ടൂൺസ്, അവർക്ക് ഈ കാർട്ടൂൺ ഇഷ്ടമാണ്, മറ്റൊരു കാർട്ടൂൺ ഇഷ്ടമല്ല, ഏതെങ്കിലും സിനിമ ഇഷ്ടമാണ്, വേറൊരു സിനിമ ഇഷ്ടമല്ല, ഏതെങ്കിലും സ്ഥലം ഇഷ്ടമാണ്, മറ്റ് സ്ഥലം ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ നമുക്ക് ഇത് എഴുതാം കേട്ടോ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു പാഠത്തിൽ നമുക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടോളൂ. ഒപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടോളൂ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുകൂടെ നമ്മുടെ കമൻറ്റിലൊന്ന് എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ലേണിംഗ്.